എന്താണ് ഈ അന്ധകാരത്തിന്റെ ലോകാധിപതി ചെയ്യുന്നത്? കൊരിന്ത്യർക്ക് പൗലോസ് അപ്പോസ്തലൻ ലേഖനം എഴുതിയപ്പോൾ 2-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തില് ഈ ലോകത്തിന്റെ ദൈവത്തെ കുറിച്ച് പറയുക. ഈ ലോകത്തിന്റെ ദൈവം അഥവാ ഈ അന്ധകാരത്തിന്റെ ലോകാധിപതി. വായിച്ചോട്ടെ. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ്, ലോകത്തിന്റെ ദൈവം, നിർത്തി വായിക്കണം. ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ദൈവത്തിന് സ്തോത്രം. അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കുന്നു. അപ്പോൾ ഈ പിശാച് അഥവാ ഈ ലോകത്തിന്റെ അന്ധകാരത്തിന്റെ ലോകാധിപതി ഒരു മനുഷ്യനോട് പോരാടുന്നത് അവന്റെ കണ്ണുകളെ കുരുടാക്കുകയാണ്. ഒരു ബ്ലൈൻഡ്നെസ്, ഒരു അന്ധത അവന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. എന്ന് പറഞ്ഞാൽ കാണേണ്ടതിനെ കാണാതെ വണ്ണം, പല നന്മയുടെ അനുഭവങ്ങളെയും കാണാതെ വണ്ണം അവന്റെ കണ്ണ് മൂടിക്കളയുന്നു. ഒരിക്കൽ ഒരു ധനികനായ മനുഷ്യൻ തന്റെ വീട്ടിന്റെ മുറ്റത്തിരിക്കുമ്പോൾ എല്ലാ ദിവസവും ആ പരിസരത്തൂടെ നടക്കുന്ന ഒരു യാചകൻ, ഒരു ബെഗർ, ദൈവത്തിന് സ്തോത്രം, പിച്ചയെടുത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെ വർഷങ്ങളായിട്ട് നടന്നു പോകുക. അപ്പോൾ ഒരു ദിവസം ഈ ധനികനായ മനുഷ്യന് ഒരു ചിന്ത വന്നു. ഇവൻ എത്ര കാലമായിട്ട് ഇങ്ങനെ ഈ ദുരന്തം നിറഞ്ഞ ജീവിതത്തിലാണ് പോകുന്നത്. ദുരിതകാലം ഒന്ന് മാറുവാൻ വേണ്ടി ഇവൻ പോകുന്ന വഴിയിൽ ഞാൻ എൻ്റെ സമ്പാദ്യങ്ങളിൽ നിന്ന് ഒരു നന്മ അവൻ്റെ മുൻപിൽ കൊണ്ടിടും. അവനതെടുത്ത് അവൻ്റെ ജീവിതകാലം സുഖമായി കഴിയട്ടെ. താൻ തൻ്റെ നിധിശേഖരങ്ങളിൽ നിന്ന് ഒരു നല്ല സ്വർണ്ണക്കട്ടി, ഒരു സ്വർണ്ണപ്പലക എടുത്ത് ഇവൻ നടന്നു പോകുന്ന ഇടവഴിയുടെ നടുവിൽ കൊണ്ടിട്ടു. അവിടെ കൊണ്ടിട്ട് ഇവനിത് കണ്ടെടുത്തുകൊണ്ട് പോയി എങ്ങനെയും ഇവന്റെ ദുരിതകാലം തീരട്ടെ എന്ന് വിചാരിച്ച് അവിടെ കൊണ്ടിട്ടപ്പോൾ പെട്ടെന്ന് ഇവന്റെ മനസ്സിലൊരു തോന്നൽ പെട്ടെന്ന് വരിക. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, പലർക്കും ചില തോന്നലുകൾ പെട്ടെന്ന് വരും. വരുന്ന തോന്നലുകളെല്ലാം ദൈവികമാണെന്ന് ഏറ്റുപറയുന്ന ചിലരെയും നമുക്ക് കാണുവാൻ കഴിയും. അല്ല, ഇവനൊരു തോന്നൽ. അവൻ എന്താ തോന്നിയെന്നറിയാമോ? ഇത്രയും കാലം ഞാൻ കണ്ണ് തുറന്ന് നടന്നിട്ട് എനിക്ക് എന്തോ കിട്ടി, ഒന്നും കിട്ടിയിട്ടില്ല. എന്നാൽ ഇനി കുറച്ചു നേരം ഞാൻ കണ്ണടച്ച് നടക്കാൻ പോകുന്നു പറഞ്ഞ് ഇവൻ കണ്ണും തപ്പി അടച്ച് അങ്ങനെ നടന്നുപോയി. ആ നല്ല മനുഷ്യൻ, ആ ധനികനായവൻ, ഇവന്റെ ദുരിതം മാറാൻ വേണ്ടി അവന്റെ വഴിയിൽ കൊണ്ടിട്ട ആ നിധിയുടെ മുകളിൽ കാലെടുത്ത് വെച്ച് ചവിട്ടി മറികടന്നു പോയി. നന്മ പ്രാപിപ്പാൻ കഴിഞ്ഞില്ല. ഇതുപോലെ ഇതേ അവസ്ഥയിൽ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതയാത്രയിൽ കാണേണ്ടതിനെ കാണാതെ, നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കേണ്ട പല നന്മകളും മുൻപിലുണ്ടെങ്കിലും കാണുവാൻ കഴിയാതെ ചില ബ്ലൈൻഡ്നെസ്, ചില അന്ധതകൾ നമ്മുടെ കണ്ണുകളെ മൂടി കാണേണ്ടവയെ കാണുവാൻ കഴിയാതെ ജീവിതയാത്ര ഇരുളടഞ്ഞ അവസ്ഥയിൽ മുൻപോട്ട് കൊണ്ടുപോകും. എന്തേ അതിന്റെ കാരണമെന്നറിയാമോ? അന്ധകാരത്തിന്റെ ലോകാധിപതിയാകുന്ന ഈ ലോകത്തിന്റെ ദൈവം പലരുടെയും കണ്ണുകളെ കുരുടാക്കുന്നു. അവിശ്വാസികളുടെ കണ്ണ് കുരുടാക്കുന്നു എന്ന് പറയുമ്പോൾ പെന്തിക്കോസുകാരുടെ കണ്ണ് കുരുടാക്കുന്നു എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. ക്രിസ്ത്യാനികളുടെ നല്ല അവിടെ എഴുതിയിരിക്കുന്നത് അവിശ്വാസികളുടെ എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ കുറവുള്ളവരുടെ, പല കാര്യത്തിലും ഉറപ്പോടുകൂടെ വിശ്വാസമില്ലാത്തവരുടെ പല കണ്ണുകളും ശത്രുവായ സാത്താൻ അഥവാ ഈ ലോകത്തിന്റെ അധിപതിയായവൻ, ലോകത്തിന്റെ ദൈവം, അന്ധകാരത്തിന്റെ ലോകാധിപതി കുരുടാക്കി കളഞ്ഞ് അവരെ മുൻപോട്ട് നടത്തുന്ന അവസ്ഥയെ നമുക്ക് കാണുവാൻ കഴിയും. ഇന്ന് രാത്രി ദൈവസന്നിധിയിരിക്കുന്ന സമയത്ത് നാം ഓരോരുത്തരും ചിന്തിച്ചു നോക്കണം, നമ്മുടെ കണ്ണുകൾ എപ്പോഴെങ്കിലും കാണേണ്ടവയെ കാണാതെ പോകുന്നുണ്ടോ? നാം അനുഭവിക്കേണ്ട നന്മകൾ പലപ്പോഴും നമുക്ക് അനുഭവിപ്പാൻ കഴിയാതെ, നമ്മുടെ ജീവിതത്തിൽ നാം നേടിയെടുക്കേണ്ട പലതിനെയും നേടുവാൻ കഴിയാതെ, നമ്മുടെ ആത്മീക ഭൗമിക നേത്രങ്ങൾക്ക് ബ്ലൈൻഡ്നെസ് ഉണ്ടാകുന്ന അവസ്ഥ, അന്ധതകൾ നമ്മെ പിടിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഈ രാത്രി ദൈവമക്കൾ നന്നായിട്ട് അറിഞ്ഞുകൊള്ളണം. ആ ഒരവസ്ഥയെ ദൈവമക്കൾ ജയിക്കേണ്ടതുണ്ട്. നമ്മുടെ പോരാട്ടം ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടാണ്. അവൻ എന്താണ് ചെയ്യുന്നത്? മനുഷ്യന്റെ കണ്ണുകളെ കുരുടാക്കുന്നു. പലതിനെയും കാണുവാൻ കഴിയാതെ, പല അനുഭവങ്ങളെയും കാണുവാൻ കഴിയാതെ കണ്ണുകളെ കുരുടാക്കുന്നു. ഗ്രീസിന്റെ മഹാനായ ചക്രവർത്തിയായിരുന്ന അലക്സാണ്ടർ ഒരു ദിവസം തന്റെ കുതിരപ്പുറത്ത് ഇങ്ങനെ പോകുമ്പോൾ തന്റെ രാജ്യത്ത് ജീവിച്ച എപ്പോഴും അലക്സാണ്ടറിനെ വിമർശിക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. തന്റെ പേര് ഡയോജനീസ് എന്നായിരുന്നു. ഒരു ദിവസം പ്രഭാതത്തിൽ പ്രഭാത സൂര്യൻ കിരണങ്ങൾ വിരിച്ച് ഉദിച്ചെഴുന്നേറ്റ് വരുമ്പോൾ അലക്സാണ്ടർ ചക്രവർത്തി ഇങ്ങനെ കുതിരപ്പുറത്ത് യാത്ര ചെയ്തു പോകുന്നു. വഴിയറമ്പിൽ ഒരു കല്ലിൽ ഡയോജനീസ് ഇരിക്കുന്നു.
ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് നോക്കി താൻ ഇരിക്കുകയാണ്. അലക്സാണ്ടർ കുതിരപ്പുറത്തുനിന്ന് ചാടിയിറങ്ങി ഡയോജനിസിന്റെ മുമ്പാകെ എന്നിട്ട് ചോദിച്ചു, ഡയോജനിസേ, നീ എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്? നിനക്ക് എന്താണ് വേണ്ടത്? ഞാൻ അലക്സാണ്ടർ ഈ രാജ്യത്തിന്റെ ചക്രവർത്തിയാണ്, രാജാവാണ്. എന്തു വേണം? ഡയോജനിസ് ഒരക്ഷരം പോലും മിണ്ടിയില്ല, ഒരക്ഷരം പോലും മിണ്ടിയില്ല. പിന്നെ ഇദ്ദേഹം ചോദിക്കുക, എന്ത് വേണം? ഞാൻ ചക്രവർത്തിയാണ്, അധികാരമുള്ളവൻ, സമ്പത്തുള്ളവൻ, എന്ത് ചോദിച്ചാലും തരാൻ പ്രാപ്തനാണ് ഞാൻ, നിനക്ക് എന്ത് വേണം? ഡയോജനിസ് മൗനം വിട്ടിട്ട് പറഞ്ഞു, ദയവായിട്ട് എൻ്റെ മുമ്പിൽ നിന്നൊന്ന് മാറി നിൽക്ക്, ഞാൻ ആ പ്രഭാത സൂര്യനെ ഒന്ന് കാണട്ടെ, ആ കിരണങ്ങൾ എൻ്റെ ജീവിതത്തിലേക്കൊന്ന് വരട്ടെ, ആ സൂര്യൻ്റെ പ്രകാശങ്ങൾ എൻ്റെ ശരീരത്തിലേക്കൊന്ന് അടിക്കട്ടെ, ഞാൻ അത് കാണാൻ വേണ്ടി, ആ സൂര്യവെളിച്ചം കാണുവാനും കൊള്ളുവാനും വേണ്ടി വന്നതാ, ദയവായിട്ട് അതിനെ മറയ്ക്കാതെ ഒന്ന് മുമ്പിൽ നിന്ന് മാറാൻ പറഞ്ഞു. അലക്സാണ്ടർ പിന്നീട് തൻ്റെ അനുഭവത്തിൽ എഴുതി, ഞാൻ പലപ്പോഴും ലജ്ജിച്ച് തല താഴ്ത്തേണ്ടി വന്നത് ഡയോജനിസിന്റെ മുൻപാകെയാണ്. ഡയോജനിസ് പറഞ്ഞ വാക്കിന്റെ മുമ്പിൽ ഞാൻ ലജ്ജിതനായി തല താഴ്ത്തി. അദ്ദേഹം ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ഇനിയും ഭൂമിയിൽ ഒരു ജനനം കൂടെ കിട്ടിയാൽ ഞാൻ ഡയോജനിസായിട്ട് ജനിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് അലക്സാണ്ടർ ഒരിക്കൽ പറഞ്ഞു പോലും. ദൈവത്തിന് സ്തോത്രം. ഇതുപോലെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം കാണേണ്ട പലതിനെയും മറയ്ക്കുന്ന പല ശക്തികൾ, എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായ വെളിച്ചമാകുന്ന ക്രിസ്തുവെന്ന നീതിസൂര്യനെ നമ്മുടെ കണ്ണിന്റെ മുൻപിൽ കാണുവാൻ തടസ്സമായി നിലകൊള്ളുന്ന പലതും നമ്മുടെ മുൻപിൽ നമ്മെ മറയ്ക്കുന്നതായി വന്നേക്കാം. ദൈവമക്കളെ, ജ്ഞാനമുള്ളവരായി ജീവിച്ച് നമ്മുടെ കണ്ണുകൾ ഒരിക്കലും കുരുടായി പോകാതെ ഈ ലോകത്തിന്റെ അന്ധകാരത്തിന്റെ അധിപതികളോട് പോരാടി ജയമെടുത്ത ദൈവമക്കൾ മുൻപോട്ട് പോകുവാനിടയായി തീരണം. കൊരിന്ത്യർക്ക് അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതി 2-ാം ലേഖനത്തിന്റെ 11-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ക്രിസ്തുവിനെയും തന്റെ കാന്തയായ തിരുസഭയെയും കുറിച്ച് പറയുമ്പോൾ ഇപ്രകാരം ഒരു കാര്യം പറയുന്നുണ്ട്, ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്യുവാൻ ഏൽപ്പിച്ചിരിക്കുന്നു. അടുത്തത്, നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും. വായിച്ചണ്ട് 3-ാമത്തെ വാക്യം, എന്നാൽ സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. നിങ്ങളുടെ മനസ്സ് വഷളാകുമോ? സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ ആദിമ മനുഷ്യരായിരുന്ന ആദാമിനെയും തന്റെ ഭാര്യയായ ഹവ്വായെയും ദൈവമാക്കിയ ഏദൻ പർദീസായിൽ നിന്ന് പുറത്താക്കുവാൻ അവരുടെ അടുക്കലേക്ക് സാത്താൻ വരുമ്പോൾ ഉപായത്തോടുകൂടെയാ വന്നത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് പിൽക്കാലത്ത് പൗലോസ് ദൈവസഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞത്, സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നിങ്ങൾ വഷളാകുമോ എന്നല്ല പറഞ്ഞത്, നിങ്ങളുടെ മനസ്സ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കുന്നു. നമ്മുടെ മനസ്സ് കുരുടായി പോകുവാൻ ഒരിക്കലും നമുക്ക് ഇടവരരുത്. ശത്രുവായ സാത്താൻ, പ്രതിയോഗിയായ പിശാച് ഒരു മനുഷ്യന്റെ മുൻപിൽ മനുഷ്യ ജീവിതത്തിലേക്ക് കടന്നു വന്ന് അവരെ അലട്ടുന്ന, അല്ലെങ്കിൽ അവരെ ദോഷത്തിലേക്ക് നയിക്കുന്ന, തിന്മയിലേക്ക് അവരെ കൊണ്ടുപോകുവാൻ ശ്രമിക്കുന്ന അനുഭവങ്ങൾ എന്ന് പറയുന്നത് കാണേണ്ടതിനെ കാണാതെ അവരുടെ കണ്ണുകളെ മൂടിക്കളയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും. ദൈവത്തിന് സ്തോത്രം. ദൈവസഭയ്ക്ക് ഏറ്റവും അത്യാവശ്യമായി വേണ്ട പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ യേശുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും. ദൈവത്തിന് സ്തോത്രം. ഈ 2 അനുഭവങ്ങൾ നമുക്ക് നഷ്ടമായി പോകുവാൻ വളരെ ചുരുങ്ങിയ സമയങ്ങൾ മതി. ശത്രുവായ പിശാച്, ഈ ലോകത്തിന്റെ ദൈവമാകുന്നവൻ, അന്ധകാരത്തിന്റെ ലോകാധിപതിയാകുന്നവൻ തന്ത്രങ്ങൾ ഉപയോഗിച്ച്, ദൈവത്തിന് സ്തോത്രം, ടെക്നിക്കുകൾ ഉപയോഗിച്ച് ഇന്ന് മനുഷ്യന്റെ ചിന്താഗതികളെ, ഏകാഗ്രതകളെ നഷ്ടപ്പെടുത്തി അവനെ തിന്മയിലേക്ക് നയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു.